ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവൻ സോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഞങ്ങളിതാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴും ഞങ്ങളിതാ ഫുഡ് കഴിക്കലേ കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം കുക്കുംബർ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആവണിക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു സംഭവം. കുക്കുംബർ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് സമയത്ത് കൊടുത്താലും ആൾ ഒരു പീസ് ഇങ്ങനെ കഴിക്കാതിരിക്കില്ല. നല്ല ഇഷ്ടമാണ് കുക്കുംബർ. അപ്പൊ മാമുണ്ടോടെ വാവേ? വാവയ്ക്ക് കൊടുക്കാൻ ഇപ്പൊ ഇതാ നമ്മുടെ ഈ ഒരു ടെഡി ബിയർ എടുത്തിട്ട് ആളുടെ മടിയിൽ വെച്ചിട്ട് വാവയ്ക്കുള്ള കുക്കുംബർ മുറിച്ച് കൊടുക്കാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും വാവയ്ക്കും നമ്മുടെ ആവണിക്കും കൊടുക്കട്ടെ. ആവണി പിന്നെ വാവയൊന്നുമല്ല, ആവണി പിന്നെ വലിയ കുട്ടിയാലേ പിന്നെ അവളെന്താ വലിയ കുട്ടിയെന്നാട്ടോ ആളുടെ വിചാരം. അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ കുട്ടികളെ പോലെയൊക്കെ കേട്ടോ അവൾ ചെയ്യാറ്. അപ്പാപ്പ് കൊടുക്കാം. ആർക്ക് കൊടുക്കണ്ടേ? ആർക്ക്? വാവയ്ക്കോ? വാവ എവിടെ? ഇതാണോ വാവ? ആ, വാവയ്ക്ക് കൊടുക്കാം. വാവേനെ അതിൽ കാണുന്നുണ്ട് അല്ലേ? വാവയ്ക്ക് അപ്പാപ്പ് കൊടുക്കാം. എല്ലാവരും മാമു ചോദിച്ചേ. മാമു വാവ വാവ അവണിക്കുട്ടിയുടെ വാവ കണ്ടു കേട്ടോ. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കലേ കഴിഞ്ഞോ? ഞങ്ങൾ ഫുഡ് കഴിക്കലേ കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇന്നും പനിക്ക് ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുക്കുംബറിൻ്റെ തോലൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. നൈസായിട്ടാട്ടോ അപ്പം മുറിച്ചിട്ടുള്ളൂ, അവൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ. വാവയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് മുറിപ്പിച്ചത്. അപ്പോൾ ആദ്യം വാവയ്ക്ക് കൊടുക്കും. വാവയ്ക്ക് പല്ലൊക്കെ ഉണ്ടോ? പിന്നെ എങ്ങനെ വാവ കടിക്കുക? വാവയ്ക്ക് കൊടുക്കുവാണ്. വാവയ്ക്ക് കൊടുത്തോ? ഇനി സ്വത്ത് കഴിച്ചോ? വാവയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കുവാണേ. അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ പറമ്പിൽ പണിയുണ്ട് കേട്ടോ. ചേച്ചിമാരും ചേട്ടനും ഉണ്ട് പണിയാൻ വേണ്ടി. നമുക്ക് കാട് വെട്ടില്ല അങ്ങനത്തെ പരിപാടി തന്നെയാണ് കേട്ടോ. കാരണം കൊടിയുടെ ചൂട്, ഏലത്തിൻ്റെ ചൂട് അങ്ങനത്തെയൊക്കെ ഒന്ന് ഒരുക്കി സെറ്റാക്കി വിടുക കേട്ടോ. അപ്പോൾ ഏലം ഒരിക്കലല്ല, ഏലത്തിൻ്റെ ചൂടിലുള്ള കാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യം സെറ്റാക്കുവാണെങ്കിൽ കാപ്പറിക്കലും എല്ലാം വഴി നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പണികളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആണ്ടോ നമ്മൾ ഇന്നത്തെ ഇതിലൂടെ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ അവൾ കുക്കുംബർ കഴിക്കട്ടെ. അപ്പം ഞാൻ പുറത്തുള്ളൊരു കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാരണം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ വലിയ രീതിയിലില്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു മഴ ഇങ്ങനെ പെയ്യും. ഒന്ന് നനയാൻ പാകത്തിനൊന്ന് പെയ്യും. അങ്ങനെയുള്ളൊരു മഴയാണ്. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ നന്നായിട്ട്. തന്നെ കോടയും കൂടി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ വിട്ട് കുക്കുംബർ കഴിക്കുന്ന സമയം കൂടി ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ. കാരണം നനയാൻ പാകത്തിനൊരു മഴ ഇങ്ങനെ ചാറി ഇങ്ങനെ നിൽക്കും. എന്നാൽ നല്ല ഫോഴ്സിലൊരു മഴയൊന്നും പെയ്യുന്നില്ല. ഇങ്ങനെ നനയാൻ പാകത്തിനാണ് പെയ്യുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ പൊതുവേ നന്നായിട്ട് തന്നെ. നമ്മൾ ഡയാന അതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ആള് നമ്മൾ പുറത്തിറങ്ങി പിന്നെ ഇങ്ങനെയാട്ടോ ഓരോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് നല്ല കട്ടിക്ക് ഫോഗ് ഉണ്ടായിരുന്നേ, കോടമഞ്ഞ്. പക്ഷെ ഇതപ്പം എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ. പോയതിൻ്റെ ഇരട്ടി സ്പീഡിൽ തന്നെ മഞ്ഞ് വരും കേട്ടോ. അത്രയും നന്നായിട്ട് തന്നെയുള്ള തണുപ്പ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നമുക്ക് കോട ഇറങ്ങാം. ഇവിടെ ഇതാ ഒരാൾ പൂത്തുലഞ്ഞ് നിൽക്കുവാണ്. നോക്കി ഒരുപാട് പൂക്കൾ ഇങ്ങനെ താഴേക്ക് കൊഴിഞ്ഞു വീണിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ചെടി നിറച്ച് പൂവായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. നമ്മുടെ മെലസ്റ്റോമ മുട്ടുകളൊക്കെ നിറച്ചിട്ടുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഒന്ന് തളിർപ്പൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് വട്ടം വീശിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് പെയ്യുന്നൊരു മഴത്തുള്ളിയൊക്കെ ഏറ്റി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പയൊന്ന് വേവിച്ചാലോ? നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പയൊന്ന് വേവിക്കാം. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കൊടുത്ത കപ്പയാണേ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓരോ കിഴങ്ങ് നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് മണ്ണൊക്കെ ഒന്ന് കഴുകി കളയാണ്ട്. അപ്പം എന്നാലും മണ്ണൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് സെറ്റാണ്. ഇത് കറുത്ത മണ്ണിൽ ഉണ്ടായിട്ടുള്ള കപ്പയായിട്ട് നല്ല കറുത്ത മണ്ണാണ്. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ചുമന്ന മണ്ണാണല്ലോ. ഇതാട്ടോ നമ്മുടെ കപ്പ. നമുക്ക് കപ്പയൊന്ന് കഴുകി സെറ്റാക്കിയതിന് ശേഷം ഒന്ന് പൊളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് കപ്പയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നോക്കി കപ്പ ഒന്ന് പൊളിച്ചെടുക്കാം. പുറത്താണെങ്കിൽ നോക്കി ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുന്നതോടുകൂടി തണുപ്പിന്റെ ശക്തി കൂടി ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആവണിക്കുട്ടിക്ക് സെറ്ററൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എന്തായാലും കപ്പയൊന്ന് കഴുകി സെറ്റാക്കട്ടെ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ കാര്യത്തിൽ എപ്പോഴാണ് പണി കിട്ടുന്നതല്ല. കാരണം നല്ല മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഏത് സമയത്ത് വേണമെങ്കിലും കരണ്ടൊക്കെ കയറിയിട്ട് എപ്പോൾ വേണമെങ്കിൽ പൊട്ടി പോകും കേട്ടോ. ഹോസ് എവിടെയൊക്കെ ജോയിൻ്റൊക്കെ തള്ളിപ്പോകാനൊക്കെ ചാൻസ് കിട്ടുന്നുണ്ടാകും. ഞാൻ പെട്ടെന്ന് കപ്പ കഴിയട്ടെ. പാത്രങ്ങളൊക്കെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു പരിപാടി ഒന്നും കയറി കപ്പ കഴിക്കണം.
നല്ല രീതിയിൽ തന്നെ മണ്ണുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ നല്ല ഫോഴ്സിൽ ഇപ്പോൾ വെള്ളം ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഫോഴ്സ് കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തെറിച്ചിട്ട് ദേഹം ഫുള്ളി ഒരു കപ്പ് കഴിയുമ്പോഴത്തേനും ഞാനും നനയിടും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ശക്തിയും കുറച്ചാണ് വെച്ചിട്ടുള്ളത്. മാത്രമല്ല അത് ഇപ്പം തന്നെ കയ്യോടെ പറിച്ചിട്ട് വന്നതായതുകൊണ്ട് അത് ഇത്രയും നല്ല രീതിയിൽ തന്നെ മണ്ണ് തൊട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു കപ്പയാണ്. അപ്പോൾ ഈ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ വെച്ചിട്ട് നമുക്കിന്നൊരു കപ്പ ബിരിയാണി ആക്കിയാലോ. കാരണം പുറത്താണെങ്കിൽ മഴയുടെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു തണുത്ത് വരച്ചിരിക്കുന്ന ഒരു ക്ലൈമറ്റ് നമുക്ക് ചൂട് കപ്പ ബിരിയാണി ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് കപ്പ ബിരിയാണി ആക്കാം. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ഞാൻ കഴുകി എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം അപ്പോൾ ഞാൻ എടുക്കുന്നില്ല, കാരണം എല്ലാം എടുത്താലും നമ്മളങ്ങനെ കഴിക്കില്ലല്ലോ. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കപ്പേനെ ധാരാളം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പീസ് ഞാൻ അതേപോലെ തന്നെ തണ്ടിയിൽ തന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ, തണ്ടിയിൽ നമ്മൾ പൊട്ടിച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ചിലപ്പോൾ വാടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഇതിൻ്റെ കപ്പ എടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒട്ടും പാടാതെ നല്ല ഫ്രഷ് ആയിട്ട് എടുക്കുകയും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ കഴുകി എടുത്ത് ഞാനത് തോലൊക്കെ കളഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ തോല് കളയാനൊക്കെ നല്ല എളുപ്പമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം കൈയോടെ പറിച്ച് കപ്പയാകുമ്പോൾ നമുക്ക് അത്ര ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് അങ്ങനെ പൊളിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മളിപ്പോൾ 2-3 ദിവസമൊക്കെ പറിച്ച് വെച്ച്, അതായത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതിപ്പോൾ പൊളിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പൊളിക്കാനൊക്കെ കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ ഒന്ന് പാടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ കൈയോടെ പറിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിക്കാനെങ്കിൽ. അപ്പോൾ ഈ പുറത്ത് പെയ്യുന്ന മഴയ്ക്ക് ഇതുവരെയായിട്ട് ഒരു ശമനവും ഇല്ല കേട്ടോ. മഴയുടെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ അപ്പോൾ കറണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ടിന് ഇപ്പോൾ വരുമോ എന്തോ അറിയില്ല, നമുക്ക് നോക്കാം. കാരണം ചെറിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കറണ്ട് പോയത്. ഇനി വല്ല മരങ്ങളൊക്കെ എവിടെയെങ്കിലും പൊട്ടി വീണതൊന്നുമല്ല. കാരണം നമ്മളിവിടെ എന്ന് പറയുമ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന ഒരു ടൈമിൽ കാറ്റുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് ചിലപ്പോൾ നമുക്ക് ദിവസങ്ങളോളൊക്കെ വരാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ വരുന്നുണ്ടാകും, കാരണം വലിയ മഴയില്ലല്ലോ. പിന്നെ ഇതാ നമ്മുടെ ആവണിക്കുട്ടി ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയായതുകൊണ്ട് തന്നെ അത് ചെറിയൊരു മധുരമൊക്കെ ഇട്ട് നല്ല പൊടിയൊക്കെയുള്ള കപ്പയാണ് തോന്നുന്നു കേട്ടോ. കഴിക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ കപ്പ വൃത്തിയാക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ ഇതുപോലെ. കപ്പയുടെ കഷ്ണം ഒരു കഷ്ണമെങ്കിലും കഴിക്കാതെ ആരും ഉണ്ടാവില്ലല്ലോ. പച്ചയ്ക്ക് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി കൂടി ഉണ്ട് ഇവിടെ. ഞാൻ കപ്പ കഴിക്കുന്ന കണ്ടപ്പോൾ ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തപ്പോൾ ആൾക്ക് വേണ്ട കേട്ടോ. ആൾ നേരെ അങ്ങ് പോയേ. പിന്നെ ഞാൻ തോല് കളയാനുള്ളതൊക്കെ എല്ലാം തോല് കളഞ്ഞ് വന്ന് കഴുകി എടുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസുകളായിട്ട് ഒന്ന് മുറിച്ചെടുക്കുവാണ്. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടി ഒന്ന് മുറിക്കട്ടെ. ഇനി കുറച്ചുള്ളൂ, അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് മുറിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിലാട്ടോ കപ്പ പീസായിട്ട് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മുറിച്ചെടുത്ത കപ്പയെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഞാനൊരു കഷ്ണം കൂടി കപ്പ കഴിച്ചപ്പോൾ ആവണിക്കുട്ടിക്ക് വേണ്ട ഇപ്പോൾ കൊടുത്തപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഈ ഒരു കപ്പ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയൊരു മധുരമൊക്കെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ പിടിച്ച് വെച്ച വെള്ളത്തിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നേരിട്ട് ഓസിന് എടുക്കാൻ പോയി ചിലപ്പോൾ കരടൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ച് വെച്ച വെള്ളത്തിന് കുറച്ചെടുത്തത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് കപ്പയുടെ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ, ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാം. അപ്പോൾ ഒരുപാട് കുറവ് ആവശ്യമുണ്ട്, ഒത്തിരി കൂടുതലും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്കത് വേവാൻ ആവശ്യമായിരിക്കും. ഒരു കുക്കറിനനുസരിച്ചൊക്കെ വിസിലിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ലെവലായിരിക്കില്ല ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലത്തെ കുക്കർ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കറിയാമല്ലോ നമ്മുടെ യൂസ് ചെയ്യുന്ന കുക്കറിൻ്റെ ഒരു ഏകദേശം ഒരു അളവ് കഴിയുമ്പോൾ അത് വേവാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ കുക്കറൊക്കെ അടച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ അടച്ച് വെച്ചു. അപ്പോൾ നമ്മളിനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ, കാരണം നമ്മുടെ കപ്പ പൊളിച്ചതിൻ്റെ ഒരു മണ്ണും പിന്നെ അതുപോലെ തന്നെ കപ്പയുടെ ഒരു തോലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ ആ ഒരു ബേസിനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്നുകൊണ്ട് കളയാനുണ്ട്. എന്നാലും കപ്പ പൊളിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി നമുക്കിപ്പോൾ കട്ടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് കട്ടി ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത ആ ഒരു പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൈയോടെ തന്നെ അവിടെ കഴുകി സെറ്റാക്കട്ടോ. അല്ലാതെ കുറച്ച് നമുക്ക് തന്നെ ഇരട്ടി പണി. അതുകൊണ്ട് തന്നെ കൈയോടെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് അധികം പാത്രങ്ങളില്ലാണ്ട്, അതുകൊണ്ട് ഞാൻ കൈയോടെ കഴുകി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ കപ്പ കഴുകിയപ്പോൾ തെറിച്ച ഒരു മണ്ണും വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനത് തുണി വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തുടച്ചെടുക്കുന്നു. ഇങ്ങനെ ചെയ്യാനുള്ളത് കൈയോടെ തന്നെ അങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടയ്ക്കാനുള്ളതാണെങ്കിൽ കൈയോടെ അങ്ങ് തുടച്ച് വിടുക. അതുപോലെ തന്നെ കഴുകി വയ്ക്കാനുള്ളതൊക്കെയാണ് അപ്പോൾ തന്നെ അങ്ങ് കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്കും വലിയൊരു സമാധാനം ഉണ്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വേണ്ടി ഈ ഒരു പണിയൊക്കെ നമ്മുടെ കുക്കിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും കുറേ പണികൾ അവിടെ പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കൈയോടങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷത്തിനിടാം. അങ്ങനെ എന്തായാലും ആ ഒരു പരിപാടി ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്തുകൊണ്ട് അതങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ വരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മുട്ടയുണ്ട്, അതുകൊണ്ട് നമുക്ക് മുട്ട പൊരിച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ ഓരോരോ മുട്ടയായിട്ടാട്ടോ പൊരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സവോള അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒരു മുട്ട ആദ്യം പൊരിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാലൻസുള്ള ബാക്കി മുട്ടകളൊക്കെ ഒന്ന് പൊരിക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് സവോളയായിട്ട് എടുത്തിട്ടുള്ളത്, കാരണം കുറേ മുട്ട പൊരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയുള്ളി എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി നിൽക്കണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ തോല കളഞ്ഞ് വരുമ്പോഴത്തേന് എന്താ ഒരു സമയം. അതുകൊണ്ട് തന്നെ സവോള ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോല് കളഞ്ഞിട്ട് നമുക്ക് കുഞ്ഞിനാന്ന് അരിഞ്ഞെടുക്കാം. എത്രത്തോളം നമുക്ക് കുഞ്ഞിനാന്ന് അരിയാൻ പറ്റുന്ന പച്ചമുളകും സവോള അതിനനുസരിച്ച് ടേസ്റ്റ് കൂട്ടുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഞ്ഞിനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ എടുത്ത് പൊരിച്ചെടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ രീതിയിലാട്ടോ പൊരിച്ചെടുക്കാറ്. ഇനി
ചില സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ഇടാറുണ്ട്. പിന്നെ എന്തായാലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് പൊരിക്കുന്നത്. അപ്പോൾ ഇതാ കല്ലൊന്ന് കഴുകി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കല്ല് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കിട്ടും. ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ പൊരിക്കുന്നതിന് മുന്നേയിട്ട്. അപ്പോൾ എന്തായാലും ഉപ്പൊക്കെ കറക്റ്റാട്ടോ. ഇന്ന് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പൊരിക്കാൻ ആവശ്യമില്ല, കാരണം ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അന്ന് പൊരിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടീൻ്റെ അടുത്ത് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് നല്ല ബഹളമാട്ടോ. കാരണം മുട്ട കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കഴിക്കാനല്ല ആൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ എന്നോട് പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവച്ച മുട്ട ആൾക്ക് എടുത്തുകൊണ്ട് നടക്കാനുണ്ട്. ആൾ എടുത്തുകൊണ്ട് നടന്നാൽ പിന്നെ അത് എനിക്ക് 8 അല്ല 16 മണിയായിട്ട് എനിക്ക് എന്തായാലും തിരിച്ചു വരുന്നുണ്ട്. ഞാൻ മുട്ടയൊന്നും കൊടുത്തിട്ടില്ല. ഒന്ന് കരഞ്ഞെങ്കിലും മുട്ട പൊട്ടുന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അതുവഴി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കല്ല് ചൂടാകുന്ന സമയം കൊണ്ട് നമ്മുടെ വാഷ് ബേസിൻ്റെ ഒരു ഭാഗം ഒന്ന് കഴുകി വിടാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കപ്പ പൊളിച്ച സമയത്ത് കപ്പയിൽ അത്യാവശ്യം നന്നായിട്ട് മണ്ണുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മണ്ണ് ഞാൻ ഉള്ള ഭാഗത്ത് മേൽഭാഗങ്ങളൊക്കെ നന്നായിട്ട് തുടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ബേസിൻ്റെ ഉള്ളിലും കുറച്ച് മണ്ണ് ഇടുക, കാരണം നമ്മൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണല്ലോ കപ്പ കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മണ്ണിടുന്നു. അപ്പോൾ വേണ്ടാത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു മണ്ണും കാര്യങ്ങളൊക്കെ താഴെ വിടുവാണ്. ഇവിടെ ഇതൊന്ന് കഴുകാൻ വന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്ലെയിമിൽ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഈ ഒരു കപ്പയുടെ തോലും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടേ കളഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് മുട്ടയൊന്ന് പൊരിക്കും. അങ്ങനെ എന്താ കപ്പയുടെ ആ ഒരു വേസ്റ്റൊക്കെ ഞാൻ എന്താ പുറത്ത് കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊരു ബേസ് ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഇതാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു നമുക്ക് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്ലൊക്കെ ഇതാ അവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട പൊരിച്ച് കൊടുക്കേണ്ട സമയം എന്താ അതിക്രമിച്ചു തന്നെ പറയാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കണം. എന്തായാലും നമുക്കിനി മുട്ട വെച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ എന്തായാലും പോയിട്ട് മുട്ട പൊരിക്കട്ടെ. എണ്ണ നമ്മൾ കുറച്ച് നേരമായാലും ഒഴിച്ച് കൊടുത്തതുകൊണ്ട് തന്നെ എണ്ണ ഒന്നുകൂടി ഒന്ന് എല്ലായിടത്തും ലെവലാക്കിയതിന് ശേഷം നമ്മൾ സെറ്റാക്കി വെച്ചുള്ള നമ്മുടെ മുട്ട പൊരിക്കാനുള്ള ഒരു കൂട്ടുകൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ. മുട്ട ഒന്ന് വേവട്ടെ, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആവണിത് ചെറുതായിട്ടൊന്ന് വയലൻ്റായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കല്ല് നല്ല രീതിയിൽ ചുട്ട് വയറ്റിയതിന് ശേഷമാണല്ലോ നമ്മുടെ മുട്ടയുടെ ഒരു കൂട്ടൊക്കെ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് 2 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു സൈഡ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊന്ന് മറിച്ചിടട്ടെ. ഞാനവിടെ മുട്ട പൊരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കുറച്ച് നേരം കൊണ്ട് തുടങ്ങി കേട്ടോ. അമ്മ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കരയാൻ വേണ്ടി. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. മുട്ടയൊക്കെ ഒന്ന് സെറ്റായപ്പോൾ ഞാൻ അവളെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആളവിടെ വീഴുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വീണിട്ട് അവിടെ വാവുമായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാണ്. നന്നായി അതിനെ കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി കൊടുത്തു കേട്ടോ ആളെ. അപ്പോൾ കരഞ്ഞ് കണ്ണൊക്കെ എഴുതിയിട്ട് നോക്കിയപ്പോൾ ഫുള്ള് കരി എല്ലായിടയ്ക്കും അങ്ങ് സ്പ്രെഡ് ആയിരിക്കുവാണ്. ചെറുതായിട്ട് ഉറക്കവും കൂടി വരുന്നുണ്ട് കേട്ടോ. വേദനയ്ക്കുണ്ട് കേട്ടോ ആൾക്ക്. നന്നായിട്ടൊന്ന് വീണു കേട്ടോ അവിടെ അടുക്കളയിൽ തന്നെ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഞങ്ങൾ പോയിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ നമുക്ക് വാവ് ഉറങ്ങാന്ന് പറഞ്ഞപ്പോൾ ആ വാവ് ഉറങ്ങാം. പക്ഷെ അവൾക്ക് ഇവിടെ വാവ് വായിച്ചിട്ടുണ്ട് തന്നെ പറഞ്ഞിട്ട് വീണ്ടും പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. ആ വീട്ടിൽ കൊണ്ട് ഉറക്കട്ടെ. എന്നിട്ടുണ്ട് അവിടെ വീണു ഞങ്ങൾ ഇനി വാവ് ഉറങ്ങാൻ പോവാം. ടാറ്റാ ബൈ. ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം. ബൈ. ഞങ്ങൾ ഉറങ്ങി എണീച്ചിട്ട് കാണാം. ഞങ്ങൾ അവിടെ വീണ്ടും വാവുമായില്ലേ. ഇനിയും ഞങ്ങൾ നിന്നാൽ ഇനിയും വീഴാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ആവണിക്കുട്ടി ഉറങ്ങി കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ വന്ന് നോക്കിയിരുന്നത് 2 വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കറിൽ നിന്ന്. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് തുറന്ന് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. ആവണിക്കുട്ടി ഉറങ്ങിയൊരു സമയം കൊണ്ട് ഞാൻ എന്താ കുറച്ച് സവോളയൊക്കെ കുഞ്ഞുവിനാണെന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇനി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവോളയൊക്കെ കുഞ്ഞുവിനാണെന്ന് അരിഞ്ഞ് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആവി കളയാൻ വേണ്ടി ഞാൻ എന്താ ഇങ്ങനെ നേരിട്ട് വെള്ളത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവി പോകുമല്ലോ. അങ്ങനെ എന്തായാലും വെള്ളത്തിലൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേനും പെട്ടെന്ന് ആവി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറൊക്കെ തണുത്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ കപ്പയുടെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ ആവി ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. നമുക്കിന്ന് വെന്തോ നോക്കാം. എന്തായാലും ഒരു കഷ്ണം എടുത്ത് നമുക്കൊന്ന് വെന്തോ നോക്കാം. ആദ്യം എൻ്റെ കയ്യിൽ വെന്തോ നോക്കാൻ വേണ്ടി കിട്ടിയത് ചെറിയൊരു പീസായിരുന്നു കേട്ടോ. അതെന്തായാലും നന്നായിട്ട് വെന്തിട്ട് പിന്നെ ഞാൻ കൂട്ടത്തിലുള്ള വലിയൊരു പീസ് കൂടി എടുത്ത് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ നോക്കണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് നല്ല മഷി പോലെ വെന്തിട്ടുണ്ട്. കയ്യിലിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കപ്പ വെന്തു. അപ്പോൾ കുറച്ച് വെള്ളയിൽ അധികമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഊറ്റിക്കളയാം. കുക്കറിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വറുത്ത് കളയണത്. കാരണം തവി വെച്ചിട്ട് ഞാനൊന്ന് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് പോവില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് കേട്ടോ ആവി വരുന്നത്. കയ്യിലേക്ക് ഇങ്ങനെ ആവി കയറി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. കാരണം കുക്കർ എന്ന് പറയുമ്പോൾ ചുട്ട് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ചൂട് എത്രത്തോളം നമ്മൾ കളഞ്ഞാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഉറങ്ങാൻ പോയി എൻ്റെ ആവണിക്കുട്ടി എന്തായാലും 10 മിനിറ്റ് പോലും നേരം ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ തീർന്നാൽ നീച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കഷ്ണം കപ്പയൊക്കെ കൊടുത്തപ്പോൾ സൂപ്പറാണെന്നൊക്കെ ചോദിച്ചപ്പോൾ സൂപ്പറാന്നൊക്കെ അവിടെ നിന്ന് നല്ല ആക്ഷനൊക്കെ കാണിക്കും കേട്ടോ ആൾ. ഇനി നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് വെന്തോടെ നമുക്ക് ഉടയ്ക്കാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ചട്ടയം കൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞുടഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഈ ഒരു ചൂടോട് കുടിച്ച് തന്നെ അങ്ങ് ഉടച്ചെടുക്കും. ഒരു രക്ഷയില്ലാത്ത ആവി കേട്ടോ കയ്യിലേക്കൊക്കെ ഇങ്ങനെ പറന്ന് വരുവാണേ.
പിന്നെ ഞാൻ ഈ ഒരു ചട്ടകം വെച്ച് തന്നെ ഉടച്ചെടുക്കാൻ കാരണം വെറുതെ നമ്മളിന്ന് കുറച്ച് കപ്പയാണല്ലോ വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചട്ടകം വെച്ചിട്ട് ഉടയ്ക്കാനുള്ളതേ ഉള്ളൂ. അല്ല കുറേ കപ്പയൊക്കെ വേവിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ തുടുപ്പ് വെച്ചിട്ടാട്ടോ ഉടച്ചെടുക്കാറ്. അതാകുമ്പോഴും പെട്ടെന്ന് ഒരു 2-3-4 ഇതാക്കുമ്പോഴത്തേനും കറക്കുമ്പോഴത്തേനും നല്ല മഷി പോലെ അങ്ങ് ഉടഞ്ഞ് കിട്ടും. പിന്നെ ഇത് നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചട്ടയം വെച്ച് സെറ്റാക്കാനുള്ളതേ ഉള്ളൂ. അപ്പം എന്നാലും നമുക്ക് നല്ല ചൂട് ആവിയൊക്കെ പറക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ചൂടോടുകൂടി ഉടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞും കിട്ടും. പിന്നെ നല്ല പൊടിയുള്ള കപ്പേനെയാട്ടോ, കഴിച്ച് നോക്കിയപ്പോൾ തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പൊടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉടയ്ക്കാനും നല്ല അടിപൊളിയായിരുന്നു, ഉടയ്ക്കാനും പറ്റുന്നുണ്ട്. എന്താണ് ഞാനൊന്ന് ഉടച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയുടെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പ എന്ന് പറഞ്ഞാൽ കപ്പ നേരെ പറയില്ല, കപ്പേനെ തപ്പാന്ന് കേട്ടോ പറയുമ്പോൾ തപ്പാന്ന് പറയുമ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം, അതായത് കഷ്ണമല്ല നമ്മൾ ഉടച്ചതിൻ്റെ തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ ആൾക്ക് ഊതിയിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ആൾ കൂടെ ഇങ്ങനെ നടക്കും. നല്ല കപ്പയായതുകൊണ്ട് നമ്മുടെ കപ്പ ഉടയ്ക്കലിൻ്റെ പരിപാടിയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ കറി തൊട്ടടുത്ത അടുപ്പിൽ ഇതാ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ ഉടച്ച് നമ്മളിതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. മഴയുടെ ശക്തി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മഴ ഇതാ കുറച്ചൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാളെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് കപ്പ ബിരിയാണി ഒന്ന് സെറ്റാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് ഞാൻ വെട്ടി തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കറി ഒന്നുകൂടി കുറച്ച് ചെറുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുത്തിരിക്കുവാണേ. അപ്പോൾ ആ ഒരു സെറ്റാക്കി എടുത്ത് നമ്മുടെ വെട്ടി തിളയ്ക്കുന്ന ആ ഒരു ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് കപ്പ നമ്മൾ ഉടച്ചെടുത്ത കപ്പ ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാ കപ്പയും ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലാതെ സെപ്പറേറ്റ് കപ്പ കഴിക്കണമെങ്കിൽ കഴിച്ചു വിടുന്നു വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഇതിലെല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ എരിവൊക്കെ ചെയ്താൽ ചിലപ്പോൾ പണിയാവുമല്ലോ. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതിലിട്ട് നന്നായിട്ട് ഉടച്ച് എല്ലാവരുടെയും ഒന്ന് നന്നായിട്ട് ആ ഒരു കറിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നിന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിക്സിങ് ആണല്ലോ. മിക്സ് ചെയ്തിട്ട് എല്ലാവരുടെയും ഒരേ ലെവലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കപ്പയായാലും നല്ല ചൂട്, കറിയായാലും നല്ല ചൂട്, എന്തായാലും എല്ലാം പാടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ കപ്പ ബിരിയാണിയൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേനും മഴ പോകുന്ന കേട്ടോ. മഴ പോയാലും നല്ല തണുപ്പുള്ളത് തന്നെ ഈ ഒരു നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കപ്പ ബിരിയാണി കൂടുതൽ കട്ടൻ ചായയും കൂടി, പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടതില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ കപ്പ ബിരിയാണി ഇതാ ഇവിടെ ഫൈനൽ ഘട്ടത്തിലേക്ക് കിടക്കട്ടെ. പിന്നെ ഞാൻ പുറത്ത് വിട്ടത് ഓടി ചെന്നിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് പറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ടോളൂ കേട്ടോ. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കുത്തിയിട്ട് നമ്മുടെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള സവോള ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി ഒന്ന് മേലെ കുറച്ചുകൂടി ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇപ്പോൾ ഇടുന്നില്ല, കുറച്ചൊന്ന് ഒരു പകുതിയോളം നമ്മളിപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം തന്നെ നോക്കിയപ്പോഴാണെങ്കിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വളരെ കുറവാട്ടോ. അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു വിടും. ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഓഫാക്കാം. പിന്നെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മഴ പോയ ഗ്യാപ്പിൽ ഞാൻ തുണികൾ നമുക്ക് കുറേ അലക്കിയിടാണ്ടായിരുന്നു. അപ്പോൾ കുറേ തുണികൾ കൊണ്ടുപോയി അലക്കിയിട്ടുണ്ട്. അപ്പോൾ അലക്കിയ തുണികളൊക്കെ ഞാനിതാ ബക്കറ്റുകളിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കത് വിരിച്ചിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി ഒരു ഉണങ്ങി കിടക്കുന്ന എല്ലാ തുണികളും ഒന്ന് എടുക്കാണ്ട്. അപ്പോൾ ചില തുണികളൊക്കെ ചെറിയൊരു നനവുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഒരു നനവുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും പുറകിൽ നിന്നൊക്കെ ചീത്താലൊക്കെ നന്നായിട്ട് അടിച്ച് കയറി കഴിഞ്ഞാൽ വീണ്ടും അത് നല്ല രീതിയിൽ തന്നെ തണുക്കാനൊക്കെ ചാൻസ്. അപ്പോൾ ഞാൻ എന്തായാലും ഓൾമോസ്റ്റ് ഉണങ്ങിയ എല്ലാ തുണികളും ഇവിടുന്ന് എടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇത് പുറത്ത് ഇപ്പോൾ മഴ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി പുറത്ത് വിരിച്ചിട്ടാലും ഏത് നിമിഷം വേണമെങ്കിലും മഴ വരാട്ടോ. കാരണം നന്നായിട്ട് ഞാൻ മൂടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട അതേ സ്പീഡിൽ തന്നെ എനിക്ക് ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തുണികൾ ഫുള്ളൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ തന്നെ ഒന്ന് വിരിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഫുള്ള് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഫില്ലായിരിക്കും. നല്ലൊരു വെയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് അലക്കുന്ന തുണികൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമുക്ക് നല്ല മഴയും തണുപ്പും കോടയൊക്കെ ആയതുകൊണ്ട് തന്നെ തുണി ഉണങ്ങാനൊക്കെ കുറേ ടൈം വരും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇന്ന് അലക്കിയിട്ട് തുണികളഞ്ഞ് 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഉണങ്ങി നേരെ ഒന്ന് സെറ്റായി കിട്ടുന്നത്. അതുകൊണ്ട് ഇത്രയും തുണികൾ ഇവിടെ വരാൻ കാരണം. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തുണികളും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഫുള്ളൊന്ന് എടുക്കണം. ചെറിയൊരു നനവുണ്ട്, പക്ഷേ നനവുണ്ട് എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും പണി കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ അലക്കിയിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കുറേ ഉണ്ട്. എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്കാം. എന്തായാലും നമുക്ക് ഫുള്ള് മടക്കി വരുമ്പോഴത്തേനും കുറച്ച് സമയം ആവും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ മടക്കണുള്ളൂ. കാരണം നമുക്കിനി നമ്മൾ നേരത്തെ അലക്കിയിട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് വിരിച്ചിട്ട് വന്നതിന് ശേഷം പതുക്കെ സമാധാനത്തോടെ മടക്കാട്ടോ. കാരണം ഓരോരുത്തരിന് വെറുതിരിച്ച് നമുക്ക് എല്ലാം മാറ്റി വയ്ക്കാണ്ട്. മാത്രമല്ല നമ്മുടെ ആവണിക്കുട്ടി ഉണർന്നിരിക്കുമ്പോൾ എനിക്ക് തുണി മടക്കലൊന്നും നടക്കില്ല കേട്ടോ. കാരണം ഞാനൊരു സൈഡിൽ നിന്ന് മടക്കും, അവളൊരു സൈഡിൽ നിന്ന് നിർത്തും. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങിയിട്ട് നമുക്ക് അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് തുണി ഉണങ്ങലൊക്കെ വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ
അലക്കിയിട്ട് വന്നിട്ടുള്ള എല്ലാ തുണിയും ഒന്ന് ഡ്രയറിൽ ഇട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഞങ്ങൾ പിഴിഞ്ഞ് പൊക്കോളുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ തന്നെ കൈകൊണ്ട് പിഴിഞ്ഞതിനെക്കാട്ടിലും വേഗത്തിൽ വീണ്ടും തുണി ഉണങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നന്നായിട്ട് തന്നെ കുടഞ്ഞ് വിരിച്ചിടാം. ഒരു ട്രിപ്പ് എന്തായാലും കൊണ്ട് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള തുണി എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിൽ ഒതുങ്ങാതെ ചിലപ്പോൾ താഴേക്ക് വീഴും. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കൊണ്ട് വിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ നെറ്റ് കിട്ടിയതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിറകൊക്കെ അടുക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷെഡിലാണ് നമ്മുടെ പറമ്പിലേക്ക് ഉപയോഗിക്കുന്ന പണിസാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ തന്നെയാട്ടോ വെക്കാറ്. മാത്രമല്ല ഈ ഒരു ചാർത്തുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റാണ് അവിടെ തുണികൾ ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് തന്നെ. കാരണം ഇവിടെ കുറേ ഒരു 5-6 അഴകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനി എത്ര മഴയാണെങ്കിലും നമുക്ക് ഒരു വിധത്തിലൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടി ഇവിടുത്തെ അഴയുള്ളതുകൊണ്ട് പറ്റും. അല്ലാതെ നമ്മളിതൊക്കെ പടയെ എവിടെ ഇട്ട് ഉണക്കൂലേ. അപ്പോൾ എന്താണ് ഞാനിത് ഫുള്ളൊന്ന് വിരിച്ചിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചാർത്ത് ഇപ്പോൾ ഒരു ലേബർ റൂമും കൂടി ആയി മാറിയിരിക്കും അവിടെ. കാരണം വേറെന്നുണ്ടോ നോക്കി നമ്മുടെ കുറിഞ്ഞിയുടെ മോളാട്ടോ. അപ്പോൾ കുറിഞ്ഞിയുടെ മോള് പ്രസവിച്ചത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവർക്കിപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. പുറത്തൊക്കെ നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ അമ്മയുടെ ചൂടും പറ്റി പാലൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ കണ്ണെന്ന് തുറന്ന് അവരുടെ അമ്മേനെ കാണാനോ ഈ ഒരു ലോകം കാണാനോ ഒന്നും അവരായിട്ടില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവർ ഈ ഭൂമിയിലേക്ക് പിറന്ന് വേണ്ടിയിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചൂടും പറ്റി അവർ പാല് കുടിച്ച് നല്ല സേഫായിട്ട് ഇവിടെ കിടക്കട്ടെ. അപ്പോഴേ ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ഡയാനയുടെ കൂടൊന്ന് കഴുകാനൊരു കേട്ടോ. അപ്പോൾ നമുക്ക് കൂടൊന്ന് കഴുകാം. അതേപോലെ തന്നെ നല്ല ഫോഴ്സിലൊരു മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് വെള്ളമൊക്കെ എവിടെയെങ്കിലൊക്കെ ജോയിൻറ്റ് പൊട്ടിപ്പോകുന്ന കേട്ടോ. പക്ഷേ വെള്ളമൊന്നും പൊട്ടിപ്പോയില്ല, നല്ല ഫോഴ്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ്റൊക്കെ ഒന്ന് മാറ്റി കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇവളുടെ കൂടൊന്ന് വൃത്തിക്കൊന്ന് കഴുകിയില്ല കേട്ടോ. അപ്പോൾ വെള്ളം തെറിക്കുന്നതിനനുസരിച്ച് ആൾക്ക് തണുക്കുണ്ടെന്ന് കേട്ടോ. കാരണം പുറത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് അവളെ കുളിപ്പിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മഴയും കൂടെ പെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ കുളിപ്പിക്കണമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡൊക്കെ കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ കാലിലൊക്കെ കുറച്ച് ചെളിയൊക്കെ ആയിട്ട് അപ്പോൾ കാലൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം. അങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ബോഡിയിലൊന്നും ഒഴിച്ച് അങ്ങനെ കുളിപ്പിക്കില്ല കേട്ടോ. കാലും കൈയൊക്കെ ഒന്ന് അടിച്ച് കഴുകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കൂട്ടത്തിൽ ആളുടെ കൂടും. അപ്പോൾ കൂടിട്ട് ഒരു പലകയൊന്ന് ആല ഇളക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം പറഞ്ഞാൽ ആളുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പുറത്ത് കാണുമ്പോഴത്തേനും ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു കൂട്ടിൽ നിന്ന് മേളിലേക്കും താഴേക്കും അതിന് ചാടലോട് ചാടട്ടോ. അങ്ങനെ കുറേ ചാടി ചേർത്ത് എന്തായാലും ഒരു പലക ഇളക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പലകയൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പലക അടിക്കേണ്ടി വരും. പുറത്ത് നേരത്തെ പെയ്തായിരുന്നു നല്ല തണുപ്പുള്ള മഴയിൽ അവൾ ഇവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ നോക്കിയപ്പോൾ. പിന്നെ അവൾക്ക് അങ്ങനെ ചീറ്റാലൊന്നും അടിക്കില്ല കേട്ടോ. കാരണം നമ്മൾ സൈഡിലങ്ങനെ ടാർപ്പായി കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചീറ്റാലും കാര്യങ്ങളൊന്നും അടിക്കില്ല. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മുഖം കൂടി ഒന്ന് കഴുകിക്കൊന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഉറക്കശീലം ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും മുഖം കൂടി ഒന്ന് കഴുകി കൊടുക്കാം. ഇവളാണെങ്കിൽ കുളിക്കാനൊന്നും അങ്ങനെ മടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. നമ്മൾ വെള്ളവും സോപ്പൊക്കെ എടുക്കുമ്പോഴത്തേനും വിളിക്കുമ്പോഴത്തേനും പഴിച്ച് വിട്ടിരിക്കുകയാണെങ്കിൽ ഓടി വരും. അങ്ങനെ വലിയ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ എളുപ്പമാട്ടോ. അവളെ സമയത്തിന് ഫുഡ് കൊടുക്കുക, അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് കൊഞ്ചിക്കുക, കുറച്ചൊന്ന് പുറത്തേക്കൂടെ ഒക്കെ ഒന്ന് ഇറക്കി വിടുക. ഇത്ര മാത്രം മതി കേട്ടോ. ആൾ നല്ല ഹാപ്പിയാവും. അപ്പോൾ എന്തായാലും കൂടെ നമുക്ക് പെട്ടെന്ന് അടുത്ത മഴയ്ക്ക് മുന്നായിട്ട് ഒന്ന് കഴുകി കൊടുക്കാം. അട്ടയുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ. കാരണം മഴ കൂടെ പെയ്തുകൊണ്ട് പിന്നെ അട്ട നമുക്കിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ വേറെ പാത്രങ്ങളോട് ഒന്ന് കഴുകട്ടെ. അപ്പോൾ എന്തായാലും അവളുടെ പാത്രവും കഴുകി, അവളുടെ കൂടും കഴുകി, അവളുടെ കാലും കഴുകി ഒന്ന് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നോക്കി മേളിലേക്ക് ഇങ്ങനെ ചാടി കയറിയിട്ട് കൈയൊക്കെ കൊടുത്തപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ നക്കാൻ വരും കേട്ടോ. നല്ല സ്നേഹമായിട്ട്. ഈ ഒരു സ്നേഹം കാണുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല കേട്ടോ. കാരണം അത്രയും നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടിയായിട്ട് ഇവർ തിരിച്ചു വരും കേട്ടോ. അതാണ് നമ്മൾ മിണ്ടാപ്രാണികളെ സ്നേഹിച്ചാലുള്ളൊരു ഗുണം എന്നാണ്. കാരണം അത്രയും നിഷ്കളങ്കം കേട്ടോ ഇവരുടെയൊക്കെ മനസ്സ്. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല വിഷമത്തിൽ ആ ഒരു കമ്പിയുടെ ഉള്ളിൽ കൂടെ പകുതി തലയൊക്കെ പുറത്തിട്ടിട്ട് നിൽക്കുക കേട്ടോ. നല്ല വിഷമമൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല അവളോട് നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ. ഇന്നാണെങ്കിൽ നമ്മുടെ ചെണ്ടുമല്ലിയിൽ കുറേ പൂക്കളുണ്ട് കേട്ടോ. പൂക്കൾ മാത്രമല്ല കുറേ മൊട്ടും കേട്ടോ. എല്ലാം ഇങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയാണ്. മഴത്തുള്ളിലേക്ക് കയറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഡോഗിൻ്റെ കൂടെയൊക്കെ കഴിക്കിയതിന് ശേഷം നമ്മളത് ജോയിൻ്റൊക്കെ ഒന്ന് തിരിച്ച് കുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടൊക്കെ നമ്മളിതാ ജോയിൻ്റൊക്കെ തിരിച്ച് മാറ്റി കുത്തുന്നത്. അപ്പോൾ നല്ല ഫോഴ്സ് തന്നെ ഇപ്പോഴും നല്ല തെളിഞ്ഞ വെള്ളം വരുന്നുണ്ട്. വെള്ളമൊക്കെ മഴ പോയതിന് ശേഷം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കുത്തണം. കാരണം നമുക്കിന് ബാക്കിയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതല്ല അതിനൊക്കെ മുന്നായിട്ട് എന്തായാലും എനിക്കൊന്ന് കുളിക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെ നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഒന്നിങ്ങനെ ഇളക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇങ്ങനെ ആ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നത് കാണാൻ വേണ്ടി പറ്റില്ലേ. പിന്നെ തുമ്പിയൊക്കെ പറക്കേണ്ടത്, അതേപോലെ തന്നെ കറുമയൊക്കെ വീണ്ടും ഇരുണ്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരാളിതാ വീണ്ടും നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ ഏത് നിമിഷം പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ഡോഗിൻ്റെ കൂടെയൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഫുള്ള് നനഞ്ഞിരിക്കണം. എന്നാലും ഞാൻ പോയിട്ട് കുളിക്കട്ടെ. അപ്പോൾ കാര്യം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിടുത്തരൊക്കെ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. പിന്നെ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.